ചേട്ടാ നമസ്കാരം. ചേട്ടൻ പറയുന്നൊക്കെ നമ്മൾ കേട്ടു. പരാതി നൽകിയിട്ട് എന്ത് മറുപടിയായിരുന്നു കിട്ടിയത്? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഭാര്യയായിരുന്നോ പരാതി കൊണ്ടു കൊടുത്തത്? എങ്ങനെയായിരുന്നു പരാതി? ആർക്കാണ് കൈമാറിയത്? എങ്ങനെയായിരുന്നു? എന്തായിരുന്നു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ? ഭാര്യയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഭാര്യയാണ് കൊണ്ടുവന്ന് കൊടുത്തത് നവകേരള ആറ്റിങ്ങൽ വെച്ച്. അതിനുശേഷം ആരും വന്ന് അന്വേഷിക്കുകയോ പരാതിയെ പറ്റിയൊന്നും പറയുകയോ ചെയ്തിട്ടില്ലേ? ഇതുവരെ ആരും അങ്ങനെ വരികയോ പരാതി പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിനിടയ്ക്ക് ഒരു തവണ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ച് നമ്മളോട് ചോദിച്ചു, പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടർ ഇപ്പോഴും ചികിത്സയിലാണോ എന്ന് ചോദിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് അത് കൊടുത്തിട്ട് ഏകദേശം 7-8 മാസം കഴിഞ്ഞു. 7-8 മാസം കഴിഞ്ഞ് ഇതുവരെ അതിനെ പറ്റി ഒരറിവും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ചേട്ടൻ്റെ ആരോഗ്യാവസ്ഥ ഇപ്പം എങ്ങനെയാണ്? ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്? എന്തൊക്കെ സഹായമാണ് ആവശ്യപ്പെട്ടത്? ഇനി രണ്ടാമത് ആശുപത്രിയിൽ നിന്ന് പറയുന്നത് ഇനി രണ്ടാമത് ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യണമെന്നാണ് പറയുന്നത്. വയറ്റിൽ ഒരു മുഴ വളരുന്നുണ്ട് വീണ്ടും. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അടുത്ത് അതിൽ ഇനി ഓപ്പറേഷൻ ചെയ്യണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് മോശമായതുകൊണ്ട് നമ്മളിപ്പോൾ വേണ്ടാന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉള്ള ഇതേ ഉള്ളൂ. പിന്നെ ഡോക്ടറും പറയുന്നത് സാമ്പത്തികമായിട്ട് കുറവാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു, ഒരു കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നൽകിയിട്ടുള്ള പരാതിയിൽ മധുസരൻ നായർ പറഞ്ഞോളൂ. ചികിത്സാ സഹായം തരണമെന്നാണ് കൊടുത്തതെന്ന്. മുഖ്യമന്ത്രിക്ക് ചികിത്സാ സഹായത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നവകേരളത്തിൽ നമ്മൾ പോയി ചികിത്സാ സഹായം തരണമെന്ന് പറഞ്ഞ് കൊടുത്ത് അതിന് ഇതുവരെ ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല. ആരും ഒന്നും പറയുക. അന്ന് പരാതി കൊടുത്തപ്പോൾ 45 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നോ? എന്തായിരുന്നു മറുപടി നൽകിയത് അന്ന് പരാതി കൊടുത്ത സമയത്ത്? 45 ദിവസം കഴിയുമ്പോൾ പറയുമോ 45 ദിവസം കഴിയുമ്പോൾ 45 ദിവസം കഴിയുമ്പോൾ പറയുമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല. ചേട്ടാ ചേച്ചി കൂടി അടുത്തിരുന്ന് ചേച്ചി കൂടി സംസാരിക്കുന്നു. 45 ദിവസം ചേച്ചി കൂടെ വന്നു. അങ്ങോട്ട് നീ പോനെ അമ്മ. അന്ന് എന്തായിരുന്നു അമ്മ പരാതി കൊടുത്ത സമയത്ത് എന്തെങ്കിലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? പരാതി കൈമാറിയത് ആർക്കായിരുന്നു? പിന്നീട് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അന്വേഷിക്കുകയോ എന്തെങ്കിലും മറുപടി നൽകുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ നിങ്ങളോട് പരാതി പറഞ്ഞിരിക്കുന്നവരുടെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞു. 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് 45 ദിവസം കഴിയുമ്പോൾ അവർ അതിന് പരിഹാരം കണ്ടെത്തി തരും എന്നാണ് പറഞ്ഞത്. ഈ 45 ദിവസവും കഴിഞ്ഞു, 1 വർഷവും കഴിഞ്ഞിട്ടും ആരും ഇന്ന് വരെ എന്തെന്ന് ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മാത്രം വിളിച്ചിട്ട് പേപ്പറുകൾ വേണമെന്ന് അവരാവശ്യപ്പെട്ട് ആ പേപ്പറുകൾ ഡോക്ടറെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസുകാർക്ക് കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇതുവരേക്കും അവരാരും ഒരു മറുപടിയും പറഞ്ഞില്ല. ഇന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയണേ ഇനി ഒന്നേന്ന് ചികിത്സാ സഹായത്തിന് എത്ര രൂപ വേണം എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണമെന്ന്. അതാണ് ഇപ്പം അവരിന്ന് ആവശ്യപ്പെട്ടത്. ഇനി ജനുവരിയിൽ ആണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ജനുവരിയിലാണ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം 6-ാം തീയതി കൊണ്ടുപോയിരുന്നു. 1 മാസം തികഞ്ഞിട്ടില്ല. ജനുവരിയിൽ കൊണ്ടു ചെല്ലാനാണ് അവിടെ നിന്ന് ശ്രീ മധുമുരളി സാറാണ് ഡോക്ടർ. അരുൺ ശങ്കർ ഈ 2 ഡോക്ടർമാരുമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്
അതെ അതെ, ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനെ ഇപ്പൊ വില്ലേജ് ഓഫീസിനും ഇവിടെ നിന്നൊക്കെ വിളിച്ചത് വന്നത്. ഇന്നാണ് വിളിച്ചത്. ഇന്ന് വിളിച്ചത് 12:30 1 മണിക്കകത്താണ് വിളിച്ചത്. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. ഈ വാർത്തയെ കണ്ടതിന് ശേഷമാണ് ഈ 1.5 മണിക്കൂർ അവർ ഈ 1.5 മണിയൊക്കെ ആയപ്പോൾ വിളിപ്പ് തുടങ്ങിയത്. ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, എൻ്റെ ഭർത്താവും എൻ്റെ അമ്മുമ്മ സഹിതം. ഞങ്ങൾ ആ കമ്മ്യൂണിസ്റ്റുകാരായത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു പാർട്ടിക്കാരും ഒരു കാര്യം ചെന്ന് പറഞ്ഞാലും അവരാരും നടത്തി തന്നിട്ടില്ല. ഇപ്പൊ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുമാണ്. എന്നിട്ടും ഇന്ന് വരെ നമുക്കൊരു ധനസഹായമോ ഒരു ആനുകൂല്യമോ ഒന്നും എങ്ങൊന്നും ആരും തന്നിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മകൻ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും വരെ ഈ ചികിത്സകളും സർവ്വകാര്യങ്ങളും നോക്കുന്നത്. അവനും കുടുംബമുണ്ട് സാറന്മാരെ, അതിലെല്ലാം അച്ഛൻ്റെ കാര്യവും അവൻ നോക്കുന്നുണ്ട്. നമുക്ക് കിടപ്പാടമൊന്നുമില്ല, എനിക്കുമില്ല, എൻ്റെ ഭർത്താവിനുമില്ല. നമ്മളെ ഭക്ഷണമായാലും ചികിത്സയായാലും ഞാനും നല്ല തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പോഴും പോകാൻ സാധിക്കുന്നില്ല. എനിക്കും നല്ല സുഖമില്ല, ഹാർട്ടിനൊക്കെ പ്രശ്നമുണ്ട്. അതിന് ചികിത്സയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നെ അച്ഛൻ്റെ കാര്യവും നോക്കണം. അതുകൊണ്ട് തൊഴിലുറപ്പിന് പോലും പോകാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥിതി മുമ്പോട്ട് പോണത്. സങ്കടപ്പെടല്ലേ? നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഫോൺ കോളെങ്കിലും ഈ വാർത്ത വന്നതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കാണാം. പരിഹാരം അടുത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അച്ഛാ, ഇപ്പോഴെങ്ങനെയാണ് അമ്മ തൊഴിലുറപ്പിനും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാണ് സാമ്പത്തികമായിട്ടൊക്കെ കാര്യങ്ങൾ? സാമ്പത്തികമായിട്ട് ഒരു മോൻ്റെ ചിലവിലാണ് നമ്മൾ ഇതെല്ലാം ഇപ്പോഴും വരെ ഓടിപ്പോകുന്നത്. ആശുപത്രി ചിലവും എല്ലാം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാനാണെങ്കിൽ ഞാൻ ജനിച്ചത് അവണാഴിയിലാണ്. അവണാഴി സദാശിവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു മുറയ്ക്കൊരു സ്വന്തക്കാരനും കൂടെയാണ്. അയാളെ അനിയനാണ് എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയത് 6ാമത്തെ വയസ്സിൽ. ആ കമ്മ്യൂണിസ്റ്റ് ഇയാൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അയാളെ ഞാൻ ആക്കി കമ്മ്യൂണിസ്റ്റുകാരനായി. ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റിന് വിട്ടുമാറിയിട്ടുമില്ല. കമ്മ്യൂണിസ്റ്റ് 2ആയിട്ട് വളർന്നപ്പോഴും എൻ്റെ അവണാഴി സദാശിവൻ എന്ന പാർട്ടിയിലാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത്. അതായത് ഇവിടെയുള്ള ഒരു എൻ്റെ പാർട്ടിക്കാർ എനിക്ക് കൊണ്ടുതന്ന, സുഖമില്ലാതായപ്പോൾ കൊണ്ടുതന്ന 2200 രൂപ. പിന്നെ ഞാൻ അവർ കൊണ്ടുതന്നത് മേടിക്കാമല്ലോ. ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഈ ബ്രാഞ്ച് സെക്രട്ടറി അല്ല, ബ്രാഞ്ചിലുള്ള ആളായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പിന്നെ അനികും എന്ന് പറയുന്നവൻ്റെ എനിക്ക് 2200 രൂപ അവിടെ കൊണ്ടുതന്ന്. 2-3 പേര് നമ്മളെ പാർട്ടിക്കാരും കൂടെ ആയിട്ട് ചേർന്ന്. അല്ലാതെ എനിക്ക് ഇതുവരെ ഒരു പാർട്ടിക്കാരോ ആരും എനിക്ക് സഹായിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് 3 കൊല്ലം കൊണ്ട് മെമ്പർഷിപ്പൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ ഇത് പിന്നെ ഇപ്പോൾ എനിക്ക് അവർ ഒരു വക എന്നെ അന്വേഷിക്കുന്നതുമില്ല. ഇത് പോയാൽ സുഖം ഉണ്ടാകുന്ന പോലും കണ്ടാൽ പോലും ചോദിക്കില്ല, നിനക്ക് സുഖം തന്നെ എന്ന് ചോദിക്കില്ല. എൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പോൾ അവർ കുനിഞ്ഞു നോക്കിയാണ് പോണത്. അങ്ങനെയുള്ള പാർട്ടിക്കാരാണ് ഇവിടെയുള്ള. പക്ഷേ ഞാൻ ജനിച്ച നാട്ടിലെ ഈ പറഞ്ഞ അവണാഴി സദാശിവൻ എന്ന് പറയുന്ന സഖാവ് ഉണ്ടായിരുന്ന എൻ്റെ മുറയ്ക്ക് നോക്കുമ്പോൾ വളഞ്ഞുകൂട്ടി വരുമ്പോൾ ഒരു മാമനാണ്. അയാൾ പിന്നെ അവിടെ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് അവരാരെങ്കിലുമൊക്കെ ചെയ്ത് തന്നേനെ. ഇവരാരും എന്നെ തിരിഞ്ഞു പോലും നോക്കണില്ല. ആ സ്ഥിതിയിലാണിപ്പോൾ. ഞാനിപ്പോൾ എന്തെയും ഇപ്പോഴും ഭരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരാണ്. ഞാൻ പാർട്ടി ചേർന്നപ്പോൾ എന്നെ EMS നമ്പൂതിരിപ്പാട് ഇരുന്ന കാലത്താണ് എൻ്റെ അമ്മയോടെ ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അടിച്ചപ്പോൾ ആ അടി കൊണ്ട് ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ട് ചാണകം മൊഴിയ വീടായിരുന്നു. ചാണകം മൊഴിയ വീട്ടിൽ കിടന്ന് ഉരുണ്ടപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയി പൈപ്പിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ചായക്കടയിൽ കൊണ്ടുപോയി ഒരു ദോശ മാറ്റി തന്ന് ഈ ഗ്ലാസ് വന്ന് വിളിപ്പിച്ചതാണ്. ഇന്ന് വരെ എന്തെന്ന് ചോദിക്കാം, അന്ന് തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതാണ്. എനിക്ക് വലിയ സങ്കടമുണ്ട് ഇപ്പോഴും.
എനിക്ക് അവർ അറിവൊന്നും കൊണ്ട് തന്നില്ലെങ്കിലും എന്നോട് സുഖമുള്ളതെന്നുമില്ല ഒരു വാക്ക് ചോദിച്ചില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് മരണവും കണ്ണാക്കും ഒക്കെ നടന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് MLA യും പഞ്ചായത്ത് മെമ്പറും സഖാക്കളും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും വന്ന് ചോദിച്ചില്ല, നിനക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പോലും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. അങ്ങനത്തെ പാർട്ടിക്കാരാണ് ഇന്ന് ഇവിടെ ഉള്ളവർ ഈ താന്നിമുട്ടിൽ. ഇന്ന് നമ്മളുടെ ഇവിടുത്തെ MLA അംബികയാണ്. ആ അംബിക ഈ റോട്ടിൽ കൂടെ പോയിട്ട് പോലും അംബിക എൻ്റെ വീട്ടിൽ അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞു കൊടുത്തെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ഈ റോഡ് എൻ്റെ വീട്ടിൻ്റെ മുമ്പേ ഒരു തടമുണ്ട്. ആ തടത്തെ ഇവിടെ അവർ 2 പ്രാവശ്യം അയച്ചാൽ ഇവിടെ പോയി. അപ്പുറത്തെ ഒരു വീട്ടിൽ മരണത്തിന് വന്ന് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ അവിടെ വന്നപ്പോൾ വരുമ്പോലും ഇവിടെ വന്നില്ല. ഇവരെ പറഞ്ഞു കൊടുത്താലേ അവർ വരുവുള്ളൂ, അല്ലാതെ അവരിപ്പോൾ സ്വപ്നം കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ ഇവിടുത്തെ പാർട്ടിക്കാർ നടത്തുന്നത്. ഇവിടെ ഇപ്പം തന്നെ ഇലക്ഷനിൽ നിന്ന് ഈ ജോയി തോറ്റത് എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരായ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല എല്ലാം അവരെ തോപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവനെ തോപ്പിച്ചത്, അല്ലെങ്കിൽ അവൻ തോക്കില്ലായിരുന്നു. അവൻ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാരിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റിൽ വർക്കല ജോയി എന്ന് പറയുന്നവൻ. ഞാൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്ക് മടങ്ങിയെത്താം.